എല്ലാ ദിവസവും രാവിലെ സുബഹിയോടടുത്ത സമയത്ത് അല്ലാഹുവിന്റെ മാലാക്കമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതേപോലെ തന്നെ അസ്റിന്റെ സമയമാകുമ്പോഴും അല്ലാഹുവിന്റെ മാലാക്കമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരുടെയും ഷോൾഡറിൽ 2 മലക്കുകളുണ്ട്, നന്മയും തിന്മയും എഴുതി വെക്കുന്ന മലക്കുകൾ. റഖീബുൻ അതീദ് വമാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. കോടാനകോടി മനുഷ്യന്മാരുടെ നന്മയും തിന്മയും എഴുതി വെക്കാൻ എല്ലാവരുടെയും കൂടെ 2 മലക്കുകളുണ്ട് എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലയോ? ഖബറിലേക്ക് പോകുമ്പോൾ അവിടെയുമുണ്ട് മുൻകർ നകീർ എന്ന് പറയുന്ന 2 മലക്കുകൾ. അങ്ങനെ നിരന്തരമായി എവിടെ നോക്കിയാലും മലക്കുകളാണ്. ഇത്രയൊക്കെ കോടാനകോടി മനുഷ്യന്മാരെക്കാളും കൂടുതലുള്ള മലക്കുകൾ തന്നെ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലിയാൽ പോരായിരുന്നോ? അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ പോരായിരുന്നോ? അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്താൽ പോരായിരുന്നോ? പിന്നെ എന്തിനാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൽമാണ്. മുഅ്മിനീങ്ങളെ, ഇൽമാണ്, പഠിക്കാനാണ് അല്ലാഹു തആല മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. വിദ്യാഭ്യാസമാണ് പ്രധാനം. അതാണ് അല്ലാഹു മലക്കുകളോട് പറഞ്ഞത്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകളെ, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം, ആ സമയത്ത് തസ്ബീഹ് ചൊല്ലാൻ നമ്മൾക്ക് കഴിയില്ലല്ലോ. നമ്മൾക്ക് ബാത്റൂമിൽ പോകണം, ആ സമയത്ത് തസ്ബീഹ് ചൊല്ലാൻ നമ്മൾക്ക് കഴിയില്ലല്ലോ. കിടപ്പറ പങ്കിടണം, ആ സമയത്തും നമ്മൾക്ക് തസ്ബീഹ് ചൊല്ലാൻ കഴിയില്ല. രാവിലെ ആയാൽ ജോലിക്ക് പോകണം, ആ സമയത്തും നമ്മൾക്ക് തസ്ബീഹ് ചൊല്ലാൻ കഴിയില്ല. അപ്പൊ അല്ലാഹു തആല നമ്മൾക്ക് പകരം മലക്കുകളെ സൃഷ്ടിക്കലായിരുന്നില്ലേ അല്ലാഹുവിന് ഖൈറ്? ഇബാദത്ത് എടുക്കാനാണെങ്കിൽ, നിസ്കരിക്കാനാണെങ്കിൽ, ദിക്ർ ചൊല്ലാനാണെങ്കിൽ, തസ്ബീഹ് ചൊല്ലാനാണെങ്കിൽ അല്ലാഹുവിന് നമ്മളെക്കാളും നല്ലത് മലക്കുകളെ സൃഷ്ടിക്കലായിരുന്നില്ലേ? അല്ലേ? നിങ്ങളിവിടെ ഉണ്ട്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? നമ്മുടെ ആവശ്യം എന്താ? മലക്കുകളെ തന്നെ സൃഷ്ടിച്ചാൽ അല്ലാഹുവിനെ നിരന്തരമായി ആരാധിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന എത്രയോ മാലാക്കമാരെ അല്ലാഹു മനുഷ്യർക്ക് പകരം സൃഷ്ടിച്ചാൽ പോരായിരുന്നോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, വ്യക്തമായൊരു കാരണമുണ്ട്. അല്ലാഹു മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കാൻ വളരെ വ്യക്തമായ കാരണമുണ്ട്. ആ കാരണമാണ് അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്നത്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അല്ലാഹുവിന്റെ മാലാക്കമാരുടെ മുമ്പിലേക്ക് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പറഞ്ഞേക്കുന്നുണ്ട്. എങ്ങനെയാണ് പറഞ്ഞയച്ചത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് എല്ലാ കാര്യങ്ങളും അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു, ആലിമാക്കി മാറ്റി അല്ലാഹു. എന്നിട്ട് ثم عرضهم على الملائكة. എന്നിട്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു മലക്കുകളുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഏതാണ് ഈ മലക്കുകൾ? എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഞങ്ങൾ തന്നെ പോരെ എന്ന് ചോദിച്ച മലക്കുകളുടെ മുമ്പിലേക്ക് അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല മലക്കുകളോട് പറയുന്നുണ്ട്, അംബിഊനി ബിഅസ്മാഇ ഹൗലാ. മലക്കുകളെ, ഇവിടെ കാണുന്ന ഈ വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ കഴിയുമെങ്കിൽ എന്നോട് പറഞ്ഞു തരണം. മലക്കുകളോട് അല്ലാഹു പറയാണ്, സ്വർഗ്ഗത്തിലെ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത്, ഇതിന്റെ പേര് നിങ്ങൾക്കറിയുമോ? ഇല്ല പഠിച്ചോനെ, ഇതിന്റെ പേരറിയോ? അങ്ങനെ ഓരോ വസ്തുവിന്റെയും പേരുകൾ അല്ലാഹു മലക്കുകളോട്, മാലാക്കമാരോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മലക്കുകൾ പറയുന്നത്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അല്ലാഹുവേ, നീ പഠിപ്പിച്ചതല്ലാതെ, നീ പറഞ്ഞു തന്നതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല റബ്ബേ. ആ സമയത്താണ് അല്ലാഹു തആല മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് പറയുന്നത്, യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം. ആദമേ, ഈ മലക്കുകളോട് ഈ പേരുകളെല്ലാം പറഞ്ഞു കൊടുക്കണം, ഇതിന്റെ നാമങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞപ്പോ, ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം. മഹാനായ ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിലുള്ള എല്ലാ വസ്തുക്കളുടെ പേരുകളും നാമങ്ങളും മഹാന്മാരായ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്.
എല്ലാം മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാരണം ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇബാദത്ത് ചെയ്യാനാണെങ്കിൽ മലക്കുകൾ തന്നെ മതിയായിരുന്നു, നമ്മുടെ ആവശ്യമില്ല. കാരണം മലക്കുകളെ പോലെ ഇബാദത്ത് ചെയ്യാൻ നമ്മൾക്ക് ആർക്കും കഴിയില്ല. ഹുമുൽ ഖൗമു ലാ യഅസൂനല്ലാഹ മാ അമറഹും. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്തവരാണ്, മഅസൂമിങ്ങളാണ്. അല്ലേ? മലക്കുകൾ അങ്ങനെയല്ലേ? ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്തവരാണ് മലക്കുകൾ. എന്നാൽ മനുഷ്യന്മാരിൽ മഅസൂം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? പ്രവാചകന്മാർ പോലും മഅസൂമിങ്ങളല്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് മാത്രമല്ലേ ജീവിതത്തിൽ ഒരു തെറ്റുപോലും വരാതെ അള്ളാഹു മഅസൂമായത്? മഹാനായ അള്ളാഹുവിന്റെ ഹബീബല്ലയോ? അതിനു മുമ്പുള്ള പ്രവാചകന്മാരും മഅസൂമിങ്ങളാണ്. പക്ഷേ അവരറിയാതെ ചില വീഴ്ചകൾ അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. തെറ്റാണെന്ന് പറയാൻ കഴിയില്ല, വീഴ്ചയാണെന്നും പറയാൻ കഴിയില്ല, മറവിയാണെന്ന് നമ്മൾക്ക് പറയാം. അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് മാത്രമാണ് ജീവിതത്തിൽ ഒരു തെറ്റ് പോലും വരാതെ അള്ളാഹു തആല സംരക്ഷിച്ചത്. ലോകത്ത് ഒരേ ഒരാളെയാണ്, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരേ ഒരാൾ, ലോകത്ത് ഒരേ ഒരാൾ. എന്നാൽ മലക്കുകൾ എല്ലാവരും മഅസൂമിങ്ങളാണ്. അവരിൽ ഒരാൾ പോലും തെറ്റുകാരില്ലല്ലോ, അവരിൽ ഒരാൾ പോലും തെറ്റ് ചെയ്യുന്നവരില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. വെറും ആരാധന, നിസ്കാരവും നോമ്പ് മാത്രമല്ല ആരാധന എന്ന് പറയുന്നത്. അതിനേക്കാളും വലിയ മറ്റൊരു ആരാധനയുണ്ട്, ആരാധിക്കാൻ തന്നെയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആരാധിക്കാൻ തന്നെയാണ്. എന്നാൽ അതിനേക്കാളും വലിയ ആരാധന വേറെയുണ്ട്. ആ ആരാധനയാണ് ഇൽമു പഠിക്കുക എന്നുള്ളത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ഈ ആബിദീങ്ങളായ മലക്കുകളുടെ മുമ്പിലേക്ക് ആലിമായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് മലക്കുകളോട് അല്ലാഹു പറയുന്നത്, ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം. മഹാന്മാരായ മലക്കുകളുടെ മുമ്പിൽ ആദം നബി അലൈഹിസ്സലാം അവർക്ക് പേരുകൾ പഠിപ്പിച്ചു കൊടുത്തപ്പോ അല്ലാഹു അവരോട് ചോദിക്കുന്നുണ്ട്, അലം അഖുൽ ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ, ഇന്നി അലമു ഗൈബസ് സമാവാതി വൽ അർളി വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. അല്ലയോ മലക്കുകളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട് എന്ന്. നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതുമെല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് അല്ലാഹു തആല മഹാന്മാരായ മലക്കുകളോട് ചോദിക്കുന്നുണ്ട്. ഇനിയാണ് തമാശ, ഇനിയാണ് കാര്യം. നിങ്ങൾ നോക്കണം, ഈ ആബിദീങ്ങളായ മലക്കുകളോട് ആലിമായ മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു പറയുന്നുണ്ട്. ആദം നബിയെ ആബിദ് എന്ന് പറയാനായിട്ടില്ല, സൃഷ്ടിച്ചതേയുള്ളൂ അല്ലാഹു. സൃഷ്ടിച്ച ഉടനെ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഒരു ആലിമാക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് വർഷങ്ങളോളം മരണമില്ലാതെ, ഊണില്ലാതെ, ഉറക്കില്ലാതെ നിരന്തരമായി ആരാധിച്ച അല്ലാഹുവിന്റെ മാലാക്കമാരോട് അല്ലാഹു തആല ഈ ആബിദ, ഇബാദത്ത് പോലും ഇല്ലാത്ത ഒരു ആലിമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു പറയുന്നുണ്ട്. അതാണ് അടുത്ത ആയത്ത് അല്ലാഹു പറഞ്ഞു, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. മലക്കുകളെ, ആദം നബി അലൈഹിസ്സലാമിന് നിങ്ങൾ സുജൂദ് ചെയ്യണേ. ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. ഇബ്ലീസ് അല്ലാത്ത എല്ലാ മാലാക്കമാരും മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ കാൽക്കൽ വീണ് സുജൂദ് ചെയ്യുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം ഒരു ആലിമായിരുന്നു. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാരണം, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാരണം ഈ ഇൽമിന്റെ പ്രഭ, ഇൽമിന്റെ വെളിച്ചം ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രചരിപ്പിക്കാനാണ്. ആലിമീങ്ങൾക്കാണ് എന്നും ആബിദീങ്ങളെക്കാളും സ്ഥാനമുള്ളത്. 1000 റക്അത്ത് ഒരാൾ നിസ്കരിക്കുന്നതും ഒരു 10 മിനിറ്റ് ഇൽമ് പഠിക്കാൻ ചെലവഴിക്കുന്നതും നോക്കിയാൽ ഒരു ആലിമിനാണ് അല്ലാഹു തആല ആബിദിനെക്കാളും പ്രാധാന്യം നൽകുന്നത്. മുഅ്മിനീങ്ങളെ, യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിയാവുന്ന രക്തസാക്ഷിയുടെ രക്തത്തുള്ളികളും ഒരു ആലിമിന്റെ പേനയിൽ നിന്ന് വീഴുന്ന മഷിത്തുള്ളികളും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുപോലെയാണ്.
ഒരു ആബിദിന്റെ 100 റക്അത്തും ഒരു ആലിമിന്റെ 1 റക്അത്തും നമ്മൾ കമ്പയർ ചെയ്താൽ, നമ്മൾ തുലനം ചെയ്താൽ, ആലിമിന്റെ 1 റക്അത്തിനാണ് അല്ലാഹു പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ഇൽമ് പഠിക്കാൻ വേണ്ടിയാണ്, ജനങ്ങൾക്ക് ഇൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ്. മരിക്കാതെ രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. പെട്ടെന്ന് മരിക്കും, ഒരു പക്ഷേ 40 ആകുമ്പോൾ 30 ആകുമ്പോഴൊക്കെ മരിച്ചു പോയേക്കാം. ഈ അടുത്ത് ഞാൻ അറിയുന്ന 2 ആളുകൾ ഗൾഫിൽ വെച്ച് മരിച്ചു. വളരെ പെട്ടെന്ന്. ഒരു കുട്ടിയാണ് അവർക്കുള്ളത്, പ്രായമായിട്ടില്ല, വലിയ പ്രായമായിട്ടില്ല, 35-40 ഇടയിലുള്ള ഒരു ചെറുപ്പക്കാരൻ. 2 കുട്ടിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ വെച്ച് മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഒരാഴ്ചയാകുമ്പോഴേക്കും ചെറുക്കളയിലുള്ള ഒരാൾ, അയാൾ ഗൾഫിൽ പോയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, ഗൾഫിൽ വെച്ച് അറ്റാക്ക് മൂലം മരിക്കുകയാണ്. ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു മാതാവിന് വയസ്സുണ്ടെങ്കിലും പ്രത്യേകമായി രോഗങ്ങളില്ലാതെ പെട്ടെന്ന് ഇന്നലെ മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നുള്ള മരണം നമ്മളിലേക്ക് കടന്നു വന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അവസാനത്തെ പ്രവർത്തനം എന്തായിരിക്കും? നമ്മൾ ആലോചിക്കാറുണ്ടോ? ഈ വാദ് പറയുന്നതിനിടയിൽ ഞാൻ എങ്ങാനും മരിച്ചു പോയാൽ എനിക്ക് പേടിക്കാനില്ല, കാരണം എന്റെ അവസാനത്തെ പ്രവർത്തനം നന്മയാണ്. ഈ വാദിന്റെ സദസ്സിൽ ഇരിക്കുന്ന നിങ്ങളെങ്ങാനും മരിച്ചു പോയാൽ നിങ്ങൾക്ക് പേടിക്കാനില്ല, നിങ്ങളുടെ അവസാനത്തെ പ്രവർത്തനം ഇൽമുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ സിനിമാ തിയേറ്ററിൽ പോയി ഒരാൾ മരിച്ചു പോയാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? ബാറിൽ പോയി ഒരാൾ മരിച്ചാൽ, വ്യഭിചരിച്ചു കൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ, ഹറാം ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ, ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ, വീഡിയോ കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ, ഹറാമായ സംസാരങ്ങളെ, ഹറാമായ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കെ, എന്തെങ്കിലും ഹറാം ചെയ്തുകൊണ്ടിരിക്കെയാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ, മുഅ്മിനീങ്ങളെ, ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, അല്ലാഹു തആല പാരത്രിക ലോകത്ത് എങ്ങനെയായിരിക്കും നമ്മോട് ഇടപെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? അല്ലാഹു എങ്ങനെയായിരിക്കും അഭിമുഖീകരിക്കുന്നത്? അതുകൊണ്ടാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ ഭയക്കണം. അതിന് സമയമില്ല, സ്ഥലമില്ല, പ്രായമില്ല. അല്ലാഹുവിനെ ഭയക്കണേ മുഅ്മിനീങ്ങളെ. ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും, എപ്പോഴാണെങ്കിലും, ഏത് സ്ഥലത്താണെങ്കിലും അല്ലാഹുവിനെ നീ ഭയക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, വഅത്ബിഇസ്സയ്യിഅതൽ ഹസനത തംഹുഹാ, ജീവിതത്തിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തെറ്റുകൾ തീരെ വരാത്തവരല്ല മനുഷ്യന്മാർ. തെറ്റുകൾ വരാത്തവരാണെങ്കിൽ അള്ളാഹുവിന് മനുഷ്യരെ സൃഷ്ടിക്കേണ്ട ആവശ്യം തന്നെയില്ല. മലക്കുകളുണ്ടല്ലോ ഇഷ്ടം പോലെ. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, തെറ്റുകൾ വരുന്നവരെ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് എന്ന് പറയാൻ വേണ്ടി, എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. തെറ്റുകളെ ഞാൻ നിസ്സാരമായി കാണുകയല്ല. ജീവിതത്തിൽ തെറ്റുകൾ വരുമ്പോ പല ആളുകളുടെ ഭാഗത്ത് പല വീഴ്ചകൾ വരും. പല തെറ്റുകൾ അവരറിയാതെയോ അറിഞ്ഞോ സംഭവിക്കുമ്പോൾ അത്തരം ആളുകളെ നമ്മൾ ഒറ്റപ്പെടുത്തുകയോ അത്തരം ആളുകളെ മാറ്റി നിർത്തുകയോ ചെയ്യാതിരിക്കാൻ അവർ പെട്ടുപോയതാണ്. ഇതേപോലെ നമ്മളും പെട്ടുപോയേക്കാം. നമ്മൾ ആരും മലക്കുകളല്ല. തെറ്റുകൾ വരാത്തവരാണെങ്കിൽ മനുഷ്യര്, അള്ളാഹുവിന് മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹുവിന് മലക്കുകളെ തന്നെ സൃഷ്ടിച്ചാൽ പോരെ. എന്തിനാണ് ഈ മനുഷ്യന്റെ ആവശ്യം? എന്താണ്? ഭക്ഷണം കഴിക്കാൻ സമയം ചെലവുണ്ട്, ബാത്റൂമിൽ പോകാൻ സമയം വേണം, നമ്മൾ ഉറങ്ങണം, 6 മണിക്കൂറും 8 മണിക്കൂറൊക്കെ ഉറങ്ങണം. ഈ ഉറങ്ങുന്ന മനുഷ്യരെ എന്തിനാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്? അള്ളാഹുവിന് മലക്കുകളെ തന്നെ സൃഷ്ടിച്ചാൽ പോരെ. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യർ തെറ്റു ചെയ്യാത്തവരല്ല. മനുഷ്യരുടെ ഭാഗത്ത് തെറ്റുകൾ വരൂല എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല, നബിതങ്ങൾ പറഞ്ഞിട്ടില്ല, മഹാന്മാരായ ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയുമോ, മഹാനായ മാലിക് ഇബ്നു ദീനാർ എന്ന് പറയുന്ന പ്രഗൽഭനായ ആത്മീയ ലോകത്തെ വെള്ളി വെളിച്ചം എന്ന് വിളിക്കപ്പെടുന്ന സൂഫി വര്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മാലിക് ഇബ്നു ദീനാർ എന്നാണ്. അദ്ദേഹം വലിയ കള്ളുകുടിയനായിരുന്നു, നാട്ടിലെ വലിയ അക്രമിയായിരുന്നു, ചെമ്മാടിയായിരുന്നു. നാട്ടുകാർക്കെല്ലാം അദ്ദേഹത്തോട് വെറുപ്പായിരുന്നു. അങ്ങനെ തോന്നിവാസിയായി ചെമ്മാടിയായി ജീവിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനുള്ള പൂതിയുണ്ടായി, വിവാഹം കഴിക്കാനുള്ള പൂതിയുണ്ടായി. പെണ്ണ് തേടാൻ തുടങ്ങി.
പെണ്ണന്വേഷിക്കാൻ തുടങ്ങി. ആരും പെണ്ണ് കൊടുക്കുന്നില്ല. ആരാണ് നാട്ടിലെ ഏറ്റവും വലിയ ചമ്മാടി? കുടിയനായി 4 കാലിൽ നടക്കുന്ന ഒരു ചമ്മാടിക്കാരാണ് പെണ്ണ് കൊടുക്കുന്നത്. ആരും പെണ്ണ് കൊടുക്കുന്നില്ല. പിന്നെ അയാൾ എന്തു ചെയ്തു എന്നറിയോ? അടിമ സ്ത്രീയെ അദ്ദേഹം വാങ്ങിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ക്യാഷ് കൊണ്ട് ഒരു അടിമ സ്ത്രീയെ വാങ്ങിച്ചു. എന്നിട്ട് ആ അടിമ സ്ത്രീയെ സ്വതന്ത്രയാക്കി. എന്നിട്ട് സ്വതന്ത്രയായ തന്റെ അടിമ സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നുണ്ട്. ആ വിവാഹത്തിലാണ് അദ്ദേഹത്തിന് ഫാത്തിമ എന്ന് പറയുന്ന ഒരു പൊന്നുമോൾ ജനിക്കുന്നത്. ആ പൊന്നുമോളോടുള്ള സ്നേഹം കാരണത്താൽ സുഹൃത്തുക്കളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. ചങ്ങാതിമാരാണ് ഒരാളെ മോശമാക്കുക. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതൊരാളെയും ആദ്യമായി സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത് ചങ്ങാതിമാരാണ്. കഞ്ചാവും കള്ളും മയക്കുമരുന്നുമെല്ലാം ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് ചങ്ങാതിമാരാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ചങ്ങാതിമാരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. സുഹൃത്തുക്കളാണ് തോന്നിവാസങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നയിക്കുന്നത്, നമ്മുടെ മക്കളെ മോശക്കാരാക്കുന്നത്. എല്ലാ സുഹൃത്തുക്കളും മോശക്കാരെന്നല്ല. സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ കൂടിയാൽ അല്ലാഹു തആല ഒരാളുടെ ഖൽബിന് ശക്തി നൽകുമെന്ന് മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് തങ്ങൾ പറയുന്നുണ്ട്. 5 കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹു തആല മാനസികമായ കരുത്ത് നൽകുമെന്നാ പറഞ്ഞത്. ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ച് ഖുർആൻ ഓതണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ എത്ര ആളുകൾക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം അറിയാൻ കഴിയും? ഞാനൊരു ആയത്ത് ഓതട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ആയത്ത് ഓതിയപ്പോ ഇതിന്റെ അർത്ഥം മനസ്സിലായവരൊന്ന് കൈപൊക്കി, അർത്ഥം മനസ്സിലായവരൊന്നൊക്കെ ചെറുതായിട്ട് കൈപൊക്കിട്ട് അപ്പനെ താറ്റിക്കോളി കാണാൻ വേണ്ടിയിട്ട്. ഉസ്താദുമാർക്കറിയാം, ആർക്കറിയാം? അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഏതാണ് ഈ ആയത്തെന്നറിയോ? ഏതാണ് ഈ ആയത്തെന്നറിയോ? ഈ ആയത്തുകൾ കൊണ്ട് ലോകത്ത് എത്രയോ ചമ്മാടികൾ ഇസ്ലാമിന്റെ മഹത്തായ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. അക്രമികൾ, കൊള്ളക്കാർ, വ്യഭിചാരികൾ, കുടിയന്മാർ, ചമ്മാടികൾ ആത്മീയ ലോകത്തേക്ക് എത്തിയത് വലിയ വലിയ സൂഫി വര്യന്മാരായി മാറാൻ കാരണമായത് ഈ ഒരൊറ്റൊരു ആയത്താണ്. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അർത്ഥമറിഞ്ഞാലല്ലേ മുഅ്മിനീങ്ങളെ നമ്മൾക്ക് മാറ്റമുണ്ടാവുക. നമ്മൾ ഇങ്ങനെ ഓതുകയാണ്, ഇതിന്റെ അർത്ഥങ്ങൾ നമ്മൾക്ക് മനസ്സിലാവുന്നില്ല, ഇതിന്റെ ആശയങ്ങൾ നമ്മൾക്ക് അറിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? എന്നാൽ ഇതിന്റെ അർത്ഥം അറിയുന്ന ആളുകൾ ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണം മുഅ്മിനീങ്ങളെ. ഞാൻ ആദ്യമായി സൂചിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ മാത്രമല്ല. അള്ളാഹു ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് ഇൽമിന്റെ പ്രചാരണം കൂടിയാണ്. അതുകൊണ്ടാണ് ആബിദീങ്ങളായ മലക്കുകളോട് ആലിമായ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ആദ്യമായി ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു നിസ്കരിക്കാനല്ല പറഞ്ഞത്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ഇൽമ പഠിക്കാനാ പറഞ്ഞത്. ഒരു ആലിമാക്കി മാറ്റുകയാ ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ കടമയാണ് ഇൽമ പഠിക്കുക എന്നുള്ളത്. എവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ഈ വിദ്യാർത്ഥികളുടെ മാത്രം കടമയാണോ ഇൽമ പഠിക്കുക എന്നുള്ളത്? ഇവിടെ എനിക്കറിയാം 20ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ ഉസ്താദിന്റെ കീഴിൽ ദർസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് വീട്ടുകാരുണ്ട്. 4ഉം 5ഉം മക്കൾക്ക് രാവിലെയും വൈകുന്നേരങ്ങളിലും രാത്രിയിലും വളരെ സന്തോഷത്തോടെ ഭക്ഷണം കൊടുക്കുന്നവർ, മടുത്തിട്ടല്ല, പ്രയാസം അനുഭവിച്ചിട്ടല്ല,
വെറുപ്പോടെയല്ല, നിർബന്ധിതരായിട്ടല്ല. വയുത്ഇമൂന അത്ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. വയുത്ഇമൂന അത്ത്വാമ അലാ ഹുബ്ബി, സ്നേഹം കൊണ്ട് കൊടുക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ആർക്ക്? ഇവിടെ ഇൽമിന്റെ പ്രഭ പരത്താൻ ഇവിടേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക് സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ഭക്ഷണം കൊടുക്കുന്നവരാണ് നിങ്ങൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് തങ്ങൾ പറയുന്നത്, ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണം, പഠിക്കണം. നമ്മുടെ പഠനത്തിന്റെ സമയമായിട്ടില്ല, നമ്മൾക്ക് പഠിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? 50 വയസ്സായില്ലേ, ഇനി എങ്ങനെ ഞാൻ പഠിക്കുമെന്ന്? 60 വയസ്സായില്ലേ, ഇനി എങ്ങനെ ഞാൻ പഠിക്കുമെന്ന്? എന്താണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്? ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇൽമ് പഠിക്കൽ ഫർളാണ്. സുബ്ഹി നിസ്കാരം ഫർളായതുപോലെ, ളുഹർ ഫർളായതുപോലെ, അസ്ർ ഫർളായതുപോലെ, മഗ്രിബും ഇശാഉം ഫർളായതുപോലെ ഇൽമ് പഠിക്കൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും, മുസ്ലിമായ പുരുഷനും മുസ്ലിമായ സ്ത്രീക്കും നിർബന്ധമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ത്വലബുൽ ഇൽമി ഫരീള, ഇൽമ് പഠിക്കൽ ഫർളാണ്, ഇൽമ് പഠിക്കൽ നിർബന്ധമാണ്. ആർക്ക്? മുസ്ലിമീങ്ങളായ പുരുഷന്മാർക്ക്, മുസ്ലിമീങ്ങളായ സ്ത്രീകൾക്ക്. എന്താണ് ഇൽമെന്ന് പറഞ്ഞാൽ? ഇൽമെന്ന് പറഞ്ഞാൽ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന അഖ്ലാഖും താരീഖും തഫ്സീറും മാത്രമാണോ മുഅ്മിനീങ്ങളെ? അല്ല. ഇൽമെന്ന് പറഞ്ഞാൽ അതിൽ ഫിസിക്സ് പെടുന്നുണ്ട്, കെമിസ്ട്രി പെടുന്നുണ്ട്, ബയോളജി പെടുന്നുണ്ട്, അതേപോലെ ആൽക്കമി പെടുന്നുണ്ട്. എല്ലാ ഭൗതിക കലാലയങ്ങളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ ബ്രാഞ്ചുകളും ഇൽമിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഇൽമെന്ന് പറഞ്ഞാൽ വെറും ഖുർആനും തഫ്സീറും മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇൽമെന്ന് പറഞ്ഞാൽ വെറും ഖുർആനും ഹദീസും മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. തഫ്സീറും ഫിഖ്ഹും മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇൽമെന്ന് പറഞ്ഞാൽ മതവും ഭൗതികവും എല്ലാം ഇൽമ് തന്നെയാണ്. മാത്തമാറ്റിക്സ് പഠിക്കുന്നത്, കണക്ക് പഠിക്കുന്നത്, അൽജിബ്ര പഠിക്കുന്നത്, അതേപോലെ കൊമേഴ്സ് പഠിക്കുന്നത്, ബിസിനസ് പഠിക്കുന്നത് എല്ലാം ഇൽമിന്റെ ഭാഗമാണ്. ഇത് മുസ്ലിമീങ്ങളായ എല്ലാവർക്കും നിർബന്ധമാണ്. മുസ്ലിമായ പെണ്ണിന് നിർബന്ധമാണ്, മുസ്ലിമായ ആണിന് നിർബന്ധമാണ്. ഒരു ഹദീസുണ്ട്, അസറാണോ അല്ലേ എന്ന ചർച്ചയുണ്ട്, ദഈഫാണോ അല്ലേ എന്നുള്ള ചർച്ചയുണ്ട്. എന്നായാലും ആ ഹദീസും കൂടി ഞാൻ പറയട്ടെ. ഉത്ലുബിൽ ഇൽമ വലൗ ബിസ്സീൻ, ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ ഇൽമ പഠിക്കണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ചൈന എന്ന പദം അള്ളാഹുവിന്റെ ഹബീബ് ഉപയോഗിച്ചത്? ചൈന എന്ന പദം ഉപയോഗിക്കാനുള്ള കാരണം, ചൈനയിൽ നിന്ന് അങ്ങ് മദീനയിലേക്ക് കടന്നു വരാൻ പ്രയാസമുണ്ട്, അതേപോലെ മദീനയിൽ നിന്ന് ചൈനയിലേക്ക് പോകാനും ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു. ദുർഘടം പിടിച്ച പാതയായിരുന്നു അത്. എന്തുകൊണ്ടാ അത് പറയാൻ കാരണം? നിങ്ങൾക്കറിയൂലേ, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് ഹിജ്റ 632-ലാണ്. ക്രിസ്താബ്ദം 632-ലാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്നത്. നബി തങ്ങൾ ജനിക്കുന്നത് ക്രിസ്താബ്ദം 570-ലാണ്. ഇന്ന് ക്രിസ്താബ്ദം 2022-ആണ്. നബി തങ്ങൾ ജനിക്കുന്നത് ക്രിസ്താബ്ദം 570-ലാണ്. നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നത് ക്രിസ്താബ്ദം 610-ലാണ്. നബി തങ്ങൾ മക്കയിലേക്ക് പോകുന്നത് ക്രിസ്താബ്ദം 622-ലാണ്. നബി തങ്ങൾ വഫാത്താകുന്നത് ക്രിസ്താബ്ദം 632-ലാണ്. എന്നാൽ ഹബീബിന്റെ കാലശേഷം 30 വർഷമാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരിച്ചത്. 661 വരെ മഹാനായ അലി തങ്ങളുടെ വഫാത്തോടുകൂടി ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം അസ്തമിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം അധികാരം ഏറ്റെടുക്കുന്നുണ്ട്. അധികാരം ഏറ്റെടുത്തപ്പോൾ ഹബീബിന്റെ വഫാത്ത് സംഭവിച്ച ഉടനെ ഒരുപാട് കള്ളപ്രവാചകന്മാർ തല ഉയർത്താൻ തുടങ്ങി. ആരെപ്പോലെ? മുസൈലിമയെ പോലെ, അസ്വദുൽ ഉൻസിയെ പോലെ, ഷജ്ജയെ പോലെയുള്ള ഒരുപാട് കള്ളപ്രവാചകന്മാർ, ഞാനും പ്രവാചകനാണ്, ഞങ്ങൾക്കും വഹി ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് കള്ളപ്രവാചകന്മാർ ഇറങ്ങാൻ തുടങ്ങി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യത്തെ 2 വർഷം ഈ കള്ളപ്രവാചകന്മാരെ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നു.
അതേപോലെ തന്നെ മുസ്ലിമീങ്ങളായ ആളുകളിൽ ചില ആളുകൾ തന്നെ ഞങ്ങൾ ഒരിക്കലും സക്കാത്ത് കൊടുക്കൂല എന്ന് പറയാൻ തുടങ്ങി. നിസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നോമ്പെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മദീനയിൽ തന്നെയുള്ള ചില ഗോത്രങ്ങൾ, മുസ്ലിമീങ്ങളായ ഗോത്രങ്ങൾ പറയാൻ തുടങ്ങി, നിസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നോമ്പെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോ മഹാന്മാരായ സ്വഹാബാക്കളിൽ പലരും പറഞ്ഞു, വേണ്ട, അവരെ വിട്ടേക്ക്, അവർക്ക് സമയം കൊടുത്തേക്ക്. അപ്പോഴാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒട്ടകത്തെ സക്കാത്ത് കൊടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ കൂടെ ഒട്ടകത്തിന്റെ കയറ് കൊടുത്തിരുന്നുവെങ്കിൽ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഞാൻ ഒട്ടകം മാത്രമേ സക്കാത്ത് തരുള്ളൂ, ഒട്ടകത്തിന്റെ കയറ് തരൂല എന്നാരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ 2 വർഷം അഭ്യന്തര കലാപങ്ങളെ തകർക്കാനും അടിച്ചമർത്താനും വേണ്ടിയാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തിയത്. പിന്നെയാണ് 632 അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായതെങ്കിൽ 634 മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത്. ഉമർ തങ്ങളുടെ കാലത്താണ് ബൈസന്റൈൻ ചക്രവർത്തിമാരെ ഖാദിസിയ യുദ്ധത്തിൽ വെച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തകർക്കുന്നത്, റോമിനെയും പേർഷ്യയും തകർക്കുന്നത്, കിസ്റയും കൈസറും തകരുന്നത് എല്ലാം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ഏകദേശം 10 വർഷത്തോളമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്നത്. പിന്നെയാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. എപ്പോഴാണ് കടന്നു വരുന്നത് എന്നറിയോ? 644 മുതൽ 656 വരെ ഏകദേശം 10-12 വർഷക്കാലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ഭരിക്കുന്നത്. പിന്നെയാണ് മഹാനായ അലി തങ്ങൾ ഭരിക്കുന്നത്. ഉസ്മാൻ തങ്ങളുടെ കാലത്ത് ഒരുപാട് അഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആദ്യത്തെ 6 വർഷക്കാലം വളരെ സന്തോഷമുള്ള സമാധാനമുള്ള ഭരണമായിരുന്നു. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലെ 6 വർഷം കഴിഞ്ഞപ്പോൾ അഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അവസാനം മുസ്ലിമീങ്ങൾ തന്നെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളയുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ 2 പെൺമക്കളുടെ ഭർത്താവാണ്, നബി തങ്ങളുടെ മരുമകനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കരിക്കാൻ തുടങ്ങും. ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കരിക്കാൻ തുടങ്ങും. ആ വിത്റിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ സൂറത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് കഴിഞ്ഞ് 1ാമത്തെ റക്അത്തിൽ ആദ്യമായി ഓതുന്നത് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്നിങ്ങനെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ ഓതാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ ആലു ഇംറാൻ ഓതാൻ തുടങ്ങും. പിന്നെ ഇങ്ങനെ സൂറത്തുൻ നിസായിലെത്തി, സൂറത്തു മാഇദയിലെത്തി, അൽ കഹ്ഫിലെത്തി, അവസാനം സൂറത്തുൻ നാസ് ഓതുമ്പോഴായിരിക്കാം ഒരുപക്ഷേ സുബ്ഹിയുടെ ബാങ്കിന്റെ വിളിയാളം കേൾക്കുന്നത്. കസീറൻ മാ യൂതിറു ബിറകഅത്തിൻ വാഹിദ. ബഹുഭൂരിഭാഗം ദിവസങ്ങളിലും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ ഒരു റക്അത്തെ വിത്ർ നിസ്കരിച്ചുള്ളൂ എന്ന ഹദീസുകളിൽ കാണാം. ബഹുഭൂരിഭാഗം ദിവസങ്ങളിലും ഒരു റക്അത്താണ് വിത്ർ നിസ്കരിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഉറങ്ങിയിട്ടല്ല, ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കരിക്കാൻ തുടങ്ങിയതാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിൽ ലയിച്ച് സമയം പോകുന്നത് മഹാനായ ഉസ്മാൻ എന്നവർക്കറിയാറില്ല. ബാങ്ക് വിളിക്കുമ്പോഴാണ്, പഠിച്ചോനെ സുബ്ഹിയായോ, സുബ്ഹിയുടെ സമയമായോ, ഞാനാകെ ഒരു റക്അത്തല്ലേ നിസ്കരിച്ചിട്ടുള്ളൂ. എന്നിട്ട് നിസ്കാരം പൂർത്തിയാക്കലാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആ ഉസ്മാൻ എന്നവർ തന്റെ വീട്ടിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, മഹാനായ അലി തങ്ങളുടെ മക്കളുണ്ട്, സുബൈർ തങ്ങളുടെ മക്കളുണ്ട്,
മഹാനായ ഉമർ തങ്ങളുടെ മക്കളുണ്ട് കാവൽ നിൽക്കാൻ. ഈ കാവൽക്കാരെയെല്ലാം അവിടെ നിന്ന് പിടിച്ചു മാറ്റി വീടിന്റെ മുകളിലൂടെ താഴേക്ക് ഇറങ്ങി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ കഴുത്തെറുത്തിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നത്. അതിനുശേഷമാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭരണത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ അലി തങ്ങളുടെ ആ 5 വർഷക്കാലം സമാധാനത്തിന്റെ വർഷമായിരുന്നില്ല. നിരന്തരമായ ആഭ്യന്തര കലാപങ്ങളായിരുന്നു. എന്താണ് കലാപത്തിന്റെ കാരണമെന്നറിയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ കൊല്ലണം എന്നുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടികൂടണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തം പിടിച്ച ഏറ്റവും പ്രശസ്തമായ 2 യുദ്ധങ്ങൾ നടക്കുന്നത്. ആ ഒരു യുദ്ധമാണ് സഫീന യുദ്ധം, സിഫീൻ യുദ്ധം, രണ്ടാമത്തേത് ജമൽ യുദ്ധം. ആ ജമൽ യുദ്ധത്തിലാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. സഹാബാക്കളും തമ്മിലുള്ള യുദ്ധമാണ്. 10,000-കണക്കിന് സഹാബാക്കളാണ് വഫാത്താകുന്നത്. സ്വഹാബാക്കളും അലി തങ്ങളുടെ നേതൃത്വത്തിലും മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലും സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലും തമ്മിലുള്ള യുദ്ധമാണ്. പ്രമുഖരായ പല സ്വഹാബാക്കളും വഫാത്തായി പോയ യുദ്ധമാണത്. അതിനുശേഷമാണ് സിഫീൻ യുദ്ധം നടക്കുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും അലി തങ്ങളുടെയും ഇടയിലുള്ള യുദ്ധമാണ്. അതിലും ഒരുപാട് സ്വഹാബാക്കൾ വഫാത്തായി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മഹാന്മാരായ 4 ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ പ്രചാരണം നടന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ആ സമയത്ത് പോലും ചൈനയിലേക്ക് എത്തിപ്പെടാൻ മഹാനായ ഉമർ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, ഉസ്മാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, അതേപോലെ അലി തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. 661 പുതിയൊരു ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിക്കുന്നത്, പുതിയൊരു രാജകുടുംബത്തിന് തുടക്കം കുറിക്കുന്നത്. ആരാണ് ആ രാജകുടുംബത്തിന് നേതൃത്വം നൽകുന്നത്? അള്ളാഹുവിന്റെ ഹബീബിന് വഹി എഴുതി കൊടുക്കാറുണ്ടായിരുന്ന മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവാണ് ഒരു രാജകീയ ഭരണത്തിന് തുടക്കം കുറിക്കുന്നത്. ഏകദേശം 90 വർഷത്തോളമാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഭരിച്ചത്. അവർക്കും ചൈനയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ കാലത്താണ് ഈ ഇസ്ലാം ഇന്ത്യയിലേക്ക് എത്തിയത്. ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് മുഹമ്മദ് ഇബ്നു ഖാസിം എന്ന് പറയുന്ന പടയാളിയെ സിന്ധിലേക്ക് പറഞ്ഞേക്കുന്നത്. ക്രിസ്താബ്ദം 711 ഇന്ത്യയിലേക്ക് മുഹമ്മദ് ഇബ്നു ഖാസിം കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വന്നിട്ട് മുൾത്താനും അന്നത്തെ പാകിസ്ഥാൻ അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇസ്ലാമിന്റെ കീഴിലായി. അതേ വർഷം തന്നെയാണ് മഹാനായ ത്വാരിഖ് ഇബ്നു സിയാദ് എന്നവർ അങ്ങ് സ്പെയിനിലേക്ക് പോകുന്നത്, യൂറോപ്പിന്റെ സ്പെയിനിലേക്ക് പോകുന്നത്. ജിബ്രാൾട്ടർ കടലെടുക്ക് കടന്ന് അവിടെയുള്ള പർവ്വതത്തിന്റെ മുകളിൽ കയറി തന്റെ സമൂഹത്തോട്, തന്റെ കൂടെയുള്ള പട്ടാളക്കാരോട് ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രഭാഷണമാണ്. വളരെ തുച്ഛം ആളുകളാണ് താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ളത്. എന്നാൽ സ്പെയിൻ ഭരിക്കുന്ന അവിടുത്തെ ഭരണാധികാരികൾ ഇഷ്ടം പോലെ എണ്ണിയാൽ തീരാത്ത പട്ടാളക്കാരാണ്. തന്റെ കപ്പൽ കരിച്ചു കളഞ്ഞുകൊണ്ട് തന്റെ കൂടെയുള്ള പട്ടാളക്കാരോട് പറഞ്ഞത്, നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാനുള്ള വഴിയില്ല. ഒന്നുകിൽ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി ശക്തമായി പോരാടുക, നിങ്ങൾക്ക് തിരിച്ച് ഒളിച്ചോടാനോ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാനോ കപ്പലുകളില്ല. നിങ്ങളുടെ കപ്പലുകളെല്ലാം ഞാൻ കരിച്ചു കളഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ പിൻഭാഗത്താണെങ്കിൽ വിശാലമായി നീണ്ടുകിടക്കുന്ന കടലാണ്. ആ കടലിലേക്ക് എടുത്തു ചാടിയാൽ മരണമാണ്. ഈ കടലിലേക്ക് എടുത്തു ചാടിയാൽ മരണമാണ്. ഈ കടലിൽ ചാടി മരിക്കുന്നതിനേക്കാളും നല്ലത് ധീരതയോടെ ശത്രുവിന്റെ മുന്നിലേക്ക് ഇറങ്ങി അവരോട് ധൈര്യമായി പോരാടി അവരെ പരാജയപ്പെടുത്തലാണ്. അങ്ങനെ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബാംഗങ്ങൾ ഇസ്ലാമിക സാമ്രാജ്യം ഭരിക്കുന്ന സമയത്താണ് സ്പെയിൻ ഇസ്ലാം കീഴടക്കുന്നത്. അതേപോലെ തന്നെ ഉഖബത്ത് ഇബ്നു നാഫി ആണ് അങ്ങ് ആഫ്രിക്കയിലേക്ക് പോയത്. ഉഖബത്ത് ഇബ്നു നാഫി ആഫ്രിക്കയിലേക്ക് പോയി. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചൈനയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ചൈനയിലേക്ക് എത്തുന്നത്. അഥവാ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക സാമ്രാജ്യം യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലും സെൻട്രൽ ഏഷ്യയിലും സൗത്ത് ഏഷ്യയിലും എല്ലാ സ്ഥലങ്ങളും കീഴടക്കിയപ്പോ ചൈനയിൽ അധികാരം നിലനിർത്താൻ ഇസ്ലാമിക സാമ്രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും ഇൽമു പഠിക്കണമെന്ന്. അത്രത്തോളം പ്രാധാന്യമുണ്ട്.
ചൈനയിൽ പോയിട്ടെങ്കിലും ഇൽമ പഠിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. എത്ര പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എത്ര ദുർഘടമായ പാതകൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഇൽമ പ്രധാനമാണ്. ഇൽമ വളരെ പ്രസക്തമായ മേഖലയാണ്. അവിടെ നിങ്ങൾ അമാന്തിച്ചു നിൽക്കരുത്, അവിടെ നിങ്ങൾ അലസത കാണിക്കരുത്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. കാരണം ഈ ഇസ്ലാമിന്റെ നിലനിൽപ്പ് നമ്മുടെ നിസ്കാരത്തിലല്ല. ഇസ്ലാമിന്റെ നിലനിൽപ്പ് മുസ്ലിമീങ്ങളുടെ വിദ്യാഭ്യാസത്തിലാണ്, മുസ്ലിമീങ്ങളുടെ എഡ്യൂക്കേഷനിലാണ്, മുസ്ലിമീങ്ങളുടെ ഇൽമിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ തടവുകാരായി പലരെയും പിടിക്കാറുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞു, ഏകദേശം 70ഓളം ശത്രുക്കളെയാണ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടവുകാരായി പിടിച്ചത്. അവരിൽ പലരും മോചനദ്രവ്യം നൽകി അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് മോചിതരായി. എന്നാൽ മോചനദ്രവ്യം നൽകാൻ കഴിയാതെ മോചിപ്പിക്കപ്പെടാൻ ഒരു തുക അള്ളാഹുവിന്റെ ഹബീബ് അവരോട് പറയുകയുണ്ടായി. ആ തുക നൽകാൻ കഴിയാത്തവർ അവിടെ ബാക്കിയായി അടിമകളായി. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ശത്രുക്കളോട് പറഞ്ഞത്, നിങ്ങൾക്ക് 10 സ്വഹാബാക്കൾക്ക്, 10 മുസ്ലിമീങ്ങൾക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. എഴുതാനും വായിക്കാനും നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കാമെന്നാണ്. ബദർ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി വന്ന ശത്രുക്കളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണ് അവരെ മുസ്ലിമീങ്ങളായ കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്തത്. അതിന്റെ പേരിലാണ് മക്കയുടെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് മോചിപ്പിക്കുന്നത്. അപ്പോൾ ഇൽമിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമാണ് ഈ ഇസ്ലാമിന്റെ നിലനിൽപ്പ് ഇൽമിലൂടെയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, കളിച്ചു നടക്കുന്നത് നിർത്തണം. നമ്മൾ കളിച്ചു നടക്കുന്നത് നിർത്തണം. ഇൽമെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വെറും മദ്രസയിലും ദർസിലും കോളേജുകളിലും പഠിക്കുന്നത് മാത്രമല്ല, അറബി കോളേജുകളിൽ പഠിക്കുന്നത് മാത്രമല്ല ഇൽമ്. നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്. അവർ ആലിമീങ്ങളാണ്. അവർക്കറിയാത്ത ഭാഷകളില്ലായിരുന്നു, അവർക്കറിയാത്ത വിഷയങ്ങളില്ലായിരുന്നു. നിങ്ങൾക്കറിയുമോ, ഞാൻ പറഞ്ഞില്ലേ 661 ആകുമ്പോഴാണ് ഉമയ്യഡ് ഡൈനാസി എന്ന് പറയുന്ന ഒരു രാജകുടുംബം ഇസ്ലാമിന്റെ ഈ ഇസ്ലാമിക സാമ്രാജ്യം ഏറ്റെടുക്കുന്നത്. ഏകദേശം 750 ആകുമ്പോഴാണ് അവരെ നശിപ്പിച്ചുകൊണ്ട് അടുത്ത ടീം വരുന്നത്. അത് അബ്ബാസികളാണ്, അബ്ബാസ് ഡൈനാസ്റ്റികളാണ്. അവരുടെ കാലത്താണ് ബഗ്ദാദിലേക്ക് ലോകത്ത് നിന്ന് മുഴുവനും വിദ്യാർത്ഥികൾ ഒഴുകിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് മഹാനായ ഹാറൂൺ റഷീദിന്റെ കാലത്ത്, മഹാനായ മഅ്മൂനിന്റെ കാലത്ത് ബൈത്തുൽ ഹിക്മ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിക്ക് സമാനമായ ഒരു സ്ഥാപനമുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കാൻ ഇന്ത്യയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പോവാറുണ്ടായിരുന്നു. അവിടെ പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അത് വലിയൊരു അംഗീകാരമായിരുന്നു. ഏതുപോലെ എന്നറിയോ? ഇന്ന് ഓക്സ്ഫോർഡിലും ഹാർവാർഡിലും കാംബ്രിഡ്ജിലും പോയി പഠിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനം, സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു അംഗീകാരം, അതിനേക്കാളും വലിയൊരു അംഗീകാരം ഞാൻ ബഗ്ദാദിൽ പോയി പഠിച്ചു എന്ന് പറയുമ്പോ അന്നത്തെ യൂറോപ്പുകാർക്ക് ലഭിക്കാറുണ്ടായിരുന്നു. കാരണം അന്ന് എത്രയോ പണ്ഡിതന്മാരെ ഇസ്ലാമിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അവരിൽപ്പെട്ട ആളാണ് മഹാനായ ഇബ്നു സീന എന്നവർ. അവിറുഷ്ദ് എന്ന് പറയുന്ന ഇബ്നു റുഷ്ദ്, മഹാനായ ഇമാം ഗസാലി തങ്ങൾ, അതേപോലെ തന്നെ കർമ്മശാസ്ത്ര മേഖലയിലെ 4 പണ്ഡിതന്മാർ, മഹാനായ ഷാഫിഈ ഇമാം, മഹാനായ ഹംബലി ഇമാം, മഹാനായ ഹംബലി ഇമാമിന്റെ കൂടെ മാലിക് ഇമാമും അബൂ ഹനീഫ ഇമാമുമെല്ലാം, മഹാനായ ബുഖാരി ഇമാം, മഹാനായ മുസ്ലിം തങ്ങൾ, എല്ലാവരും അബ്ബാസികളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരുന്നു. അന്നവർ സയൻസിന് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്, കണക്കിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അൽജിബ്ര കണ്ടുപിടിച്ച ഖ്വാരിസ്മിയെ പോലെയുള്ള ആളുകൾ, ഫാദർ ഓഫ് ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന, ഇന്നത്തെ മോഡേൺ ഒപ്റ്റിക്കൽസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഇബ്നുൽ ഹൈസം എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ, അങ്ങനെ ഒരുപാട് ശാസ്ത്ര ലോകത്ത് സംഭാവന ചെയ്ത മതമാണ് ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇൽമെന്ന് പറയുമ്പോൾ തഫ്സീറും ഖുർആനും മാത്രമായി കാണരുത്, ഹദീസും ഉസൂലുൽ ഫിഖ്ഹും ഉസൂലുൽ ഹദീസും മാത്രമായി കാണരുത്. ഒരാൾ MBBS പഠിക്കുന്നത് അത് ദീനിന്റെ ആവശ്യമാണ്.
ഒരാൾ എഞ്ചിനീയർ ആവുന്നത് അത് ദീനിന്റെ ആവശ്യമാണ്. ഒരാൾ MBA പഠിക്കുന്നത് അത് ദീനിന്റെ ആവശ്യമാണ്. സോഷ്യോളജി ആയാലും സൈക്കോളജി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എല്ലാം ദീനിന്റെ ആവശ്യം തന്നെയാണ്. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, ഇൽമ പഠിക്കാൻ വേണ്ടി ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ, നിങ്ങൾക്ക് ഇവിടേക്ക് വന്നത് ഇൽമ പഠിക്കാനാണ് അല്ലേ? ഇൽമ പഠിക്കാനല്ലേ? നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ? എന്തെങ്കിലും പഠിക്കണം, എന്തെങ്കിലും മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, ഇൽമ പഠിക്കാൻ വേണ്ടി ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. കേട്ടിട്ടില്ലേ? സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആർക്ക്? നമ്മൾക്ക് തന്നെ. നമ്മളൊക്കെ ഇൽമ പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയവരാ. വേറെ ഒരു ഉദ്ദേശവും നമ്മൾക്കില്ല. ഇന്നിവിടെ ചീരണിയില്ല, ഇന്നിവിടെ ഭക്ഷണമില്ല, ഇന്നിവിടെ പാനീയമില്ല. ഈ സദസ്സിലേക്ക് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയത് ഇൽമ പഠിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ്. സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മൾക്ക് ഈ മഹത്തായ സദസ്സു കാരണത്താൽ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അതുമാത്രമല്ല, ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാ സർവചരാചരങ്ങളും ഇൽമ പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന്, പാപമോചനം തേടുമെന്ന്, അല്ലാഹുവേ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആർക്ക് വേണ്ടി? ഇവിടെ വന്നിരിക്കുന്ന നമ്മൾക്ക് വേണ്ടി. ഇവിടെയുള്ള കല്ലുകള്, മുള്ളുകള്, ചെടികള്, മൃഗങ്ങള്, എന്തിനേറെ ഹത്തൽ ഹീതാനു ഫിൽ മാ, ശാലമായി നീണ്ടുകിടക്കുന്ന സമുദ്രത്തിന്റെ അങ്ങേയറ്റത്ത്, സമുദ്രത്തിന്റെ ആഴിയിലുള്ള മത്സ്യങ്ങൾ വരെ ഇൽമ പഠിക്കാൻ വേണ്ടി ഒരു വഴിയിലേക്ക് ഇറങ്ങിയ ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിങ്ങളെ നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് പരാതി പറയുന്നൊരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ മക്കൾ നമ്മെ കുറിച്ച് പരാതി പറയുന്നൊരു വിഷയമുണ്ട്. ദുനിയാവിൽ തന്നെ പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന്, എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന്. എന്റെ ഉപ്പ എന്നോട് 100 തവണ പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവ് എന്നെ പഠിക്കാൻ വിട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെങ്കിലും പഠിക്കണമെന്ന്. 1 തവണയല്ല, 100 തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി ഞാൻ പുസ്തകം വാങ്ങിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി ഒരുങ്ങാൻ പോയപ്പോ എന്റെ ജ്യേഷ്ഠന്മാരും എന്റെ പിതാവും എന്റെ പുസ്തകം മാറ്റിവെച്ച് എന്നെ പഠിക്കാൻ വിടാതെ പാടത്തേക്ക്, തോട്ടത്തിലേക്ക് പണിയെടുക്കാൻ വേണ്ടി, ജോലിയെടുക്കാൻ വേണ്ടി എന്റെ ഉപ്പ എന്നെ, എന്റെ ജ്യേഷ്ഠന്മാരെന്നെ പറഞ്ഞേക്കുകയാണ് ചെയ്തത്. എന്നെ പഠിക്കാൻ എന്റെ പിതാവ് അനുവദിച്ചില്ല. അതുകൊണ്ട് നിങ്ങളെങ്കിലും പഠിക്കണമെന്ന് നാഴികക്ക് 40 വട്ടം എന്റെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പിതാവും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. ഇനി നിങ്ങളുടെ മക്കൾ പറയും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ പറയാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കരുത്. നിങ്ങൾ എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന്, എന്റെ ഉപ്പാക്ക് ഞാൻ പഠിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടായിട്ടില്ല എന്ന്. നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയല്ല എടുത്തു വെക്കേണ്ടത്. സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത്, എത്രയോ ലക്ഷങ്ങൾ വരുമാനമുള്ള ബിൽഡിങ്ങുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ മക്കൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നില്ല. ഒരു കല്യാണം വരുമ്പോൾ കോടികളാണ് കല്യാണത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത്. 100ഉം 200ഉം സ്വർണ്ണാഭരണങ്ങളാണ് നമ്മൾ നൽകുന്നത്. കാറ് നൽകുന്നുണ്ട്, ബിൽഡിങ്ങുകൾ നൽകുന്നുണ്ട്, ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് ഭക്ഷണം നൽകുന്നുണ്ട്. പക്ഷേ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാറില്ല. ഈ മക്കൾ നമ്മൾക്കെതിരെ തിരിയുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം എത്രയോ മക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന്. ദുനിയാവിൽ വെച്ച് തന്നെ നമ്മുടെ മക്കൾ നമ്മൾക്കെതിരെ തിരിഞ്ഞാൽ, നാളെ ആഖിറത്തിലെത്തിയാൽ എന്തായാലും ഈ മക്കൾ നമ്മൾക്കെതിരെ തിരിയൂലേ? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ, ഇൻവുലിദ ലഹു മൗലൂദുൻ ഫൽയുഹ്സിൻ ഇസ്മഹു വഅദബ, നിങ്ങൾ അവർക്ക് നല്ല പേരിട്ട് കൊടുക്കണം. പിന്നെയോ അവരെ നിങ്ങൾ അദബ് പഠിപ്പിക്കണം. എന്താണ് അദബ് എന്നറിയോ? അദ്ദിബു ഔലാദകും അലാ 3 ഖിസാൽ,
നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് 3 കാര്യങ്ങളാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം, രണ്ടാമത്തേത് നബിതങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹം, മൂന്നാമത്തേത് പരിശുദ്ധമായ ഖുർആൻ വഖിറാഅത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണം. മുഅ്മിനീങ്ങളെ, മക്കൾക്ക് ഇൽമ പഠിപ്പിക്കൽ മാതാപിതാക്കളുടെ പേരിൽ നിർബന്ധമായ കാര്യമാണ്. ഖുർആൻ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, അവർക്ക് നമ്മൾ റിസർച്ച് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, പരിശുദ്ധമായ ഖുർആൻ ഗവേഷണം നടത്താൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഒരിക്കലും പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് ഇറങ്ങിയത് ഓതാൻ വേണ്ടി മാത്രമല്ല, ഓതാനല്ല മുഅ്മിനീങ്ങളെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കരിക്കാനല്ല അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത്, ആരാധിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ മലക്കുകളില്ലേ. ബാത്റൂമിൽ പോലും പോകേണ്ട ആവശ്യമില്ലാതെ, ഉറങ്ങേണ്ട ആവശ്യം പോലും ഇല്ലാത്ത മലക്കുകൾ ഉണ്ടാകുമ്പോ 8 മണിക്കൂർ ഉറങ്ങുന്ന നമ്മളെ എന്തിനാണ് ഇബാദത്തിന് വേണ്ടി പറഞ്ഞേക്കേണ്ട ആവശ്യം? എന്തിനാണ് അള്ളാഹു നമ്മെ പറഞ്ഞയച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പരിശുദ്ധമായ ഖുർആനിലെ ആദ്യത്തെ ആയത്ത് ഏതാ ആദ്യത്തെ ആയത്ത്? പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ ആയത്ത് നിങ്ങൾ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ ഹബീബ് വരുന്നതിനു മുമ്പേ, പരിശുദ്ധമായ ഇസ്ലാം കടന്നു വരുന്നതിനു മുമ്പേ മക്കക്കാരായ അറബികളുടെ അവസ്ഥ എന്താണെന്ന്? മക്കക്കാരായ അറബികൾ ജീവിച്ചിരുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഏതാണെന്നറിയോ? 1 പെണ്ണാണ്, 2 കള്ളാണ്, 3-മത്തേത് യുദ്ധമാണ്. ഈ 3 കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും അവർക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അറബികളിലെ ഏറ്റവും പ്രശസ്തമായ 7 പദ്യങ്ങളുണ്ട്. സബഉൽ മുഅല്ലഖാത്ത് എന്നാണ് ആ 7 പദ്യങ്ങളെ വിളിക്കാറുള്ളത്. 7 ഓഡ് പോയം എന്നാണ് പറയാറുള്ളത്. അവരിൽ പ്രഗത്ഭനാണ് ഇംറുൽ ഖൈസ് എന്ന് പറയുന്ന പ്രഗത്ഭനായ കവി. അദ്ദേഹത്തെ ഷേക്സ്പിയർ ഓഫ് അറബ്സ് എന്നാണ് വിളിക്കാറുള്ളത്. അറബികളുടെ ഷേക്സ്പിയർ എന്നാ വിളിക്കാറുള്ളത്. അറബികളുടെ രാജകുമാരൻ എന്നാ വിളിക്കാറുള്ളത്. ആ ഇംറുൽ ഖൈസിന്റെ കവിതകളിൽ പോലും അവർ പറഞ്ഞിരുന്നത് പെണ്ണിനെ വർണ്ണിക്കലാണ്, കാമുകിയെ വർണ്ണിക്കലാണ്. അതേപോലെ യുദ്ധങ്ങളിലുള്ള അവരുടെ ധീരതയെ പറയലാണ്, കള്ളിനെ കുറിച്ച് പാടലാണ്. ഈ 3 കാര്യങ്ങളല്ലാതെ സൈക്കോളജി അവരുടെ കവിതകളിൽ വന്നിട്ടേ ഇല്ല. ഫിലോസഫി, തത്വശാസ്ത്രം അവരുടെ കവിതകളിൽ വന്നിട്ടേ ഇല്ല. സയൻസ്, അവരുടെ ശാസ്ത്രം അവരുടെ കവിതകളിൽ പറഞ്ഞിട്ടേ ഇല്ല. കാരണം ചിന്ത, ഭൗതികമായിട്ടുള്ളൊരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത കാട്ടറബികൾക്ക് ആകെ 3 കാര്യങ്ങളെ അറിയാറുണ്ടായിരുന്നു. പെണ്ണ്, മദ്യം, യുദ്ധം എന്നല്ലാതെ വേറെ ഒന്നും അവർക്കറിയുമായിരുന്നില്ല. നിങ്ങൾക്കറിയുമോ കള്ളിനെ കുറിച്ച് അവരെന്താ പാടിയത് എന്ന്? ഒരു കവി പാടുന്നുണ്ട്, ശ്രദ്ധിക്കണം എത്രത്തോളം അവർ കള്ളിൽ അഡിക്റ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കേൾക്കുമ്പോ. ഇദാ മിത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമതി തുറഫി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ. മരിക്കാൻ കിടക്കുന്ന ഒരു യോദ്ധാവ് പാടുന്ന പാട്ടാണിത്. ഇദാ മിത്തു ഫദ്ഫിന്നി, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ മറമാടണം. എവിടെയെന്നറിയോ? ഇലാ ജംബി കർമതി, മുന്തിരി വള്ളിയുടെ ചുവട്ടിലാണ് നിങ്ങൾ എന്നെ മറമാടേണ്ടത്. ഇവിടെ ഇല്ലേ?